ഒരു സ്ഥാനം കിട്ടിയാൽ ചെയ്യണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 2025 വൈസ് ചെയർമാൻ ആയതിൽ കൂടുതൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വോട്ട് ചെയ്ത വിജയിപ്പിച്ചവർക്ക്, കൂടെ നിന്ന് പ്രവർത്തിച്ചവർക്ക്, ഒപ്പം തന്നെ കട്ടയ്ക്ക് നിന്ന നേതാക്കന്മാർക്ക്, നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട്. സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കുടിവെള്ളം ആയിക്കോട്ടെ, പാർപ്പിട വിഷയങ്ങളായിക്കോട്ടെ, ഏറ്റവും സാധാരണക്കാരുടെ ഒരു വിഷമങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നല്ല കൂടുതൽ പദ്ധതികൾ ഒരു 20 വർഷമെങ്കിലും, കാരണം ഇപ്പോൾ താൽക്കാലികം കുറച്ച് പതുക്കെയാണ് എന്ന് തോന്നിയാലും ഒരു 20 വർഷത്തെ എങ്കിലും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി കൃത്യമായി പ്ലാനുകൾ. ഞാൻ എൻ്റെ നിയമവശങ്ങളിൽ ഞാൻ പരിജ്ഞാനിയാണെങ്കിലും എനിക്ക് മറിച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ആർക്കിടെക്ചർ, അത് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട്, കാരണം കാരണം ഫണ്ടുകൾ എപ്പോഴും ഒന്നിച്ച് കിട്ടില്ല, കുറേശ്ശെയാണ് കിട്ടുക. പക്ഷെ ആ കുറേശ്ശെ കിട്ടുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കണമെങ്കിൽ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടി, നല്ല മാസ്റ്റർ പ്ലാനോടുകൂടി, ടൗൺ പ്ലാൻ അല്ലാതെ തന്നെ നമ്മളുടെ നഗരസഭയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മളുടെ എഞ്ചിനീയേഴ്സിനെ, ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള യുവ എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ പഴയ ആൾക്കാരുടെയും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ ഓരോ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത്, കാരണം സാധാരണ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചു വരുമ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് വിദേശത്തേക്ക്, നമ്മൾ യൂറോപ്പിലേക്ക് പ്രത്യേകിച്ചും കുടിയേറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതിനൊരു കാരണം നമ്മൾക്ക് ഇവിടെ കൃത്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങളും, ഒപ്പം തന്നെ നമ്മൾക്ക് തൊഴിൽ സാധ്യതകളുടെ കുറവാണ്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഒപ്പം തന്നെ നമ്മൾക്ക് അടുത്തത് എനിക്ക് തോന്നുന്നു ഭിന്നശേഷിക്കാര് നമ്മളോടൊപ്പം ഓടിയെത്താൻ പറ്റാത്തവരാണ്. അവരെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരെക്കാളും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പം അവരെ കൺസിഡർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടൊരു ഹോളിസ്റ്റിക് ഹോസ്പിറ്റൽ ഉൾപ്പെടെ അതൊരു സ്വപ്ന പദ്ധതി. അവർക്ക് മറ്റാരുടെ പണമായിട്ടുള്ള സപ്പോർട്ടല്ല, മറിച്ച് അവർക്ക് സ്വയം അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ സ്വയം പര്യാപ്തരാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ. ഒപ്പം തന്നെ വനിതാ വികസനം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും വനിതാ വികസനം അല്ലെങ്കിൽ വനിതാ ശാക്തീകരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആണുങ്ങളെ തരം താഴ്ത്തിക്കൊണ്ടുള്ളതല്ല, മറിച്ച് ഒരു സമൂഹത്തിന് ഒന്നിച്ചു വളരണമെങ്കിൽ തീർച്ചയായിട്ടും വനിതകൾ വികസിച്ച്, വനിതകളുടെ ശാക്തീകരണം ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ വളർച്ച. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വ്യാപാരി വ്യവസായികളുടെ വിഷയങ്ങൾ, അത് 100% പരിഹരിക്കണം. കാരണം മഞ്ചേരി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് നമ്മൾക്ക് ശരിക്കും ഒരു മാർക്കറ്റ് സ്പേസാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വാണിജ്യ കേന്ദ്രമാണ് മഞ്ചേരി എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക്, ഒരു പഴമയിലേക്ക് തന്നെ നമ്മൾക്ക് കൂടുതൽ വാണിജ്യ പ്രതാപത്തോടുകൂടി നമ്മൾക്ക് കേരളത്തിന്റെ തന്നെ ഒരു വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും.